എങ്ങനെയാണ് ഒരു വ്യക്തി ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് കടക്കുന്നത്? ഗലാത്യ 3:13-14 പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്നാണ്. രക്ഷിക്കും എന്നല്ല, രക്ഷിച്ചു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലെങ്കിൽ യേശുവിന്റെ കുരിശു മരണത്തിലൂടെ സകല ശാപങ്ങളിൽ നിന്നും വിമോചനം പ്രാപിക്കാനുള്ള എല്ലാ പ്രൊവിഷൻസും എല്ലാ വഴികളും ദൈവം നമുക്ക് വേണ്ടി കുരിശിൽ തയ്യാറാക്കി പൂർത്തിയാക്കി നമ്മെ അനുഗ്രഹിച്ച് കഴിഞ്ഞു എന്ന കാര്യം നാം അറിയുകയും വിശ്വസിക്കുകയും ചെയ്യണം. അതായത് ക്രിസ്തു എല്ലാ ശാപത്തിൽ നിന്നും ദൈവമക്കളെ വീണ്ടെടുക്കാനുള്ള എല്ലാ പ്രൊവിഷൻസും യേശു തൻ്റെ കുരിശിൽ തയ്യാറാക്കി നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ക്രിസ്തു പൂർത്തിയാക്കിയതിനെ നമ്മൾ കാണേണ്ടത് ഇങ്ങനെയാണ്. അതായത് നിങ്ങളുടെ പേരിൽ ഒരു 50 കോടി രൂപ ഒരാൾ ബാങ്കിൽ ഇട്ടു എന്ന് വിചാരിക്കുക. ബാങ്കിൽ ഇട്ടു എന്നത് സംഭവിച്ചു കഴിഞ്ഞു, നടന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരു 50 ലക്ഷം രൂപയുടെ ആവശ്യം വരുമ്പോൾ, നിങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ കടമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 50 കോടിയിൽ നിന്ന് നിങ്ങൾ 50 ലക്ഷം എടുത്ത് ആ ആവശ്യം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ രക്ഷ കുരിശിൽ പൂർത്തിയാക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ രക്ഷയെ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുക, അസിമുലേറ്റ് ചെയ്യുക, അത് നമ്മൾ ജീവിതത്തിലേക്ക് പേഴ്സണലൈസ് ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മർമ്മം. പരിശുദ്ധ കുർബാനയിൽ നമ്മളതാണ് ചെയ്യുന്നത്, കുംഭസാരത്തിൽ നമ്മളതാണ് ചെയ്യുന്നത്, പുരോഹിതന്റെ ആശീർവാദത്തിലൂടെ അതാണ് നൽകുന്നത്. അപ്പോൾ ക്രിസ്തു കുരിശിൽ നേടിത്തന്ന ഈ രക്ഷയെ ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഏറ്റെടുക്കണം. നമ്മൾ ആരും തന്നെ യേശു കുരിശിൽ എൻ്റെ പാപം മോചിച്ചു എന്ന് പറഞ്ഞിട്ട് മോചിച്ചു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വെറുതെ നടക്കുന്നില്ല. ഉണ്ടോ? ആ രക്ഷ സ്വന്തമാക്കാൻ സിസ്റ്റർ എന്താ ചെയ്യുന്നത്? ക്രിസ്തു കുരിശിൽ സിസ്റ്ററിന് നേടിത്തന്ന പാപമോചനം പാപിയായ ഒരു അച്ഛന് ഒരു സിസ്റ്ററിന് അത് സ്വന്തമാവാൻ അച്ഛനും സിസ്റ്റർ എന്താ ചെയ്യുന്നത്? ക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കുകയാണോ? ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് ലൂയി പാസ്റ്റർ പേപ്പട്ടി വിഷത്തിന്റെ പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചു, എന്നെ പേപ്പട്ടി കടിച്ചു. അപ്പൊ എനിക്ക് ഒരു കാര്യം, എനിക്ക് എന്റെ തലയിൽ കൃത്യമായിട്ടൊരു ഇൻഫോർമേഷൻ ഉണ്ട്, ലൂയി പാസ്റ്റർ പേപ്പട്ടി വിഷത്തിന്റെ പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നെ കടിച്ച പട്ടിയോട് ഞാൻ പറയാണ്, പോ പട്ടി, എനിക്ക് ഒന്നും വരാൻ പോണില്ല. എന്താ കാര്യം? ലൂയി പാസ്റ്റർ ഇതിന്റെ പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാരുകസേരയിൽ കിടന്ന് കാല് വാട്ടി കിടന്നാൽ അല്പനാളുകൾ കഴിയുന്നതിന് മുമ്പ് ഞാൻ പേ പിടിച്ച് ആരെയിലുമൊക്കെ കടിച്ച് പേ പിടിച്ച് മരിക്കും. ഇന്ന് അനേകം വിശ്വാസികളുടെ അവസ്ഥ ഇങ്ങനെ പേ പിടിച്ച് മരിക്കലാണ്. പേപ്പട്ടി കടിച്ചു. പാപമാകുന്ന, ശാപമാകുന്ന, പിശാചാകുന്ന, അന്ധകാരമാകുന്ന, പരാജയമാകുന്ന പേപ്പട്ടി കടിച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു മനോധർമ്മത്തിൽ ജീവിക്കുകയാണ്. എന്താണ്? കർത്താവ് എന്നെ രക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ടായില്ല. കടയിൽ പോയി അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി ലൂയി പാസ്റ്റർ കണ്ടുപിടിച്ച പേപ്പട്ടി വിഷത്തിന്റെ പ്രതിരോധ മരുന്ന് വാങ്ങി കുത്തിവെച്ച് അതെന്റെ ശരീരത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് എൻ്റെ പേപ്പട്ടി വിഷബാധ മാറത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ക്രിസ്തു നേടിത്തന്നതിനെ ഒരാൾ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച് എടുത്ത് സ്വന്തമാക്കേണ്ടതുണ്ട്. നിത്യതയിൽ നടന്നതിനെ കാലത്തിൽ ഏറ്റെടുക്കണം. നിത്യതയിൽ ദൈവം പൂർത്തിയാക്കിയതിനെ കാലത്തിൽ ഏറ്റെടുക്കണം. ഈ കാലത്തിൽ ഏറ്റെടുക്കണം. മലയാളിക്ക് മനസ്സിലാവുന്ന ഉദാഹരണം പറയാം. നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ചില കടയുടെ ഫ്രണ്ടിൽ ഊണ് റെഡി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഊണ് റെഡി എന്ന്? നിങ്ങൾ രാവിലെ 6:30 ചെന്നിട്ട് ഒരു ഊണ് എടുക്കാൻ പറഞ്ഞാൽ കിട്ടുമോ? എന്താ കിട്ടാത്ത? ഊണ് റെഡിയല്ലേ? ഊണ് റെഡിയാണ്, പക്ഷെ അത് എന്ത് ചെയ്യണം? അത് ആ സമയത്ത് പോയി വാങ്ങണം. ഊണ് റെഡി, ടെക്നിക്കലി ഊണ് റെഡിയാണ്, പക്ഷെ അതിനൊരു സമയമുണ്ട് എന്ന് പറഞ്ഞ പോലെ ക്രിസ്തു പൂർത്തിയാക്കി തന്നതിനെ നമ്മൾ പോയി ഏറ്റെടുക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന സാഹചര്യങ്ങളിൽ ഏറ്റെടുക്കണം. വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അന്തരീക്ഷത്തിൽ ഇങ്ങനെ പിടിക്കാനൊന്നും പറ്റത്തില്ല. അത് നേടിയെടുക്കുന്നതിന് ക്രിസ്തു ചില സാമ്പ്രദായിക വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്, ചില സമ്പ്രദായങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിലെ ഒരു വ്യവസ്ഥയാണ് കൂദാശകൾ. ആ കൃപ സ്വീകരിക്കുന്നതിന് യേശു ക്രിസ്തു എല്ലാ ശാപത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതിന് ആവശ്യമായ പ്രൊവിഷൻസ് കുരിശിൽ നേടിത്തന്നു. അതായത് ക്രിസ്തു സകല ശാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്നതിനുള്ള പ്രൊവിഷൻസ്, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ക്രിസ്തു കുരിശിൽ നേടിത്തന്നിട്ടുണ്ട്. കുംഭസാരത്തിലൂടെ നമ്മൾ സ്വന്തമാക്കുന്നത് ആ രക്ഷയുടെ ആ പ്രൊവിഷൻസ് നമ്മൾ വാങ്ങുകയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ ആ രക്ഷയുടെ പ്രൊവിഷൻസ് നമ്മൾ വാങ്ങുകയാണ്. മാമോദീസായിലൂടെ ഒരാളത് വാങ്ങിയെടുക്കുകയാണ്. കൂദാശകളിലൂടെ ഒരാൾ വാങ്ങിയെടുക്കുകയാണ്. പുരോഹിതന്റെ ആശീർവാദത്തിലൂടെ, സഭയിലൂടെ, ആരാധനയിലൂടെ, വചനത്തിലൂടെ എല്ലാം നമ്മൾ ഈ ക്രിസ്തു നേടിത്തന്നതിനെയാണ് സ്വന്തമാക്കിയെടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കാര്യം, ഒന്ന്, ഇതെനിക്ക് വേണ്ടി യേശു നേടിത്തന്നിട്ടുണ്ട്. ഞാൻ ശാപത്തിൽ കഴിയേണ്ട ഒരാളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. ശാപം വന്ന വഴി എന്തുമാവട്ടെ, മോചനം പ്രാപിക്കാൻ യേശു കുരിശിൽ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന സത്യം വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ക്രിസ്തു എല്ലാ ശാപത്തിൽ നിന്നും
നമ്മെ മോചിപ്പിക്കാനുള്ള പദ്ധതിയും വഴികളും കുരിശിൽ തയ്യാറാക്കി തന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് സഭയുടെ മറുപടി. ഞാൻ ഒന്നുകൂടെ ചോദിക്കാൻ പോവാണ്. സകല ശാപവും അഴിക്കാൻ, സകല ബന്ധനവും തകരാൻ, എല്ലാ ശാപത്തിൽ നിന്നും പുറത്തു വരാനുള്ള പദ്ധതിയും വഴികളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ പൂർത്തിയാക്കി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ആദ്യത്തെ കാര്യം ഇതാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള ഉറപ്പ്, ക്രിസ്തു നേടിത്തന്ന കാര്യങ്ങളിലുള്ള ഉറപ്പ്. അനേകം ആളുകൾ വിശ്വാസം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ കിട്ടും എന്ന ഉറപ്പാണ്. പ്രാർത്ഥിക്കുമ്പോൾ രോഗം മാറും, പ്രാർത്ഥിക്കുമ്പോൾ വഴികൾ തുറക്കും, പ്രാർത്ഥിക്കുമ്പോൾ ചില തടസ്സങ്ങൾ മാറും എന്ന ഉറപ്പിനെയാണ് അനേക ആളുകൾ വിശ്വാസം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസം അതല്ല. എന്താണ് ക്രിസ്തീയ വിശ്വാസം? ക്രിസ്തു എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നേടിത്തന്ന കാര്യങ്ങളിലുള്ള ഉറപ്പ്, അതാണ് ക്രിസ്തീയ വിശ്വാസം. ക്രിസ്തു എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയിലുള്ള ഉറപ്പ്, അതാണ് ക്രിസ്തീയ വിശ്വാസം. എന്താണ്? കാണപ്പെടാത്തതുണ്ട്, പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പ്. അപ്പൊ ആദ്യം നമുക്കുണ്ടാവേണ്ടതെന്നറിയാം, ഈ യേശു എനിക്ക് വേണ്ടി മരിച്ചു, കർത്താവ് എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, കർത്താവ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, എല്ലാ ബന്ധനങ്ങളും യേശു എനിക്ക് വേണ്ടി തകർത്ത് എന്നെ മോചിപ്പിച്ചു എന്ന വിശ്വാസം, ഞാൻ എൻ്റെ കർത്താവിൻ്റെതാണ് എന്ന വിശ്വാസം, എന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കാനാണ് യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് എന്ന വിശ്വാസം.